അപ്പം നമ്മളിന്ന് ബാംഗ്ലൂരിലൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ KSRTC ബസ്സിനാണ് പോണത്. അതിൽ നമുക്ക് ലേഡീസിന് ടിക്കറ്റ് ആവശ്യമില്ല, പൈസ കൊടുക്കണ്ട, ആധാർ കാർഡ് കാണിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ അതേപോലെ സ്റ്റോപ്പ് അറിയാത്തതിന് നമുക്കവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ടാവും, അനൗൺസും ചെയ്യും. ಇದು ಫಿಲೋಮಿನಾ ಆಸ್ಪತ್ರೆ. This stop is Philomena Hospital. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. മൊത്തം 5 ഫ്ലോറാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാനും അതേപോലെ എസ്കലേറ്ററൊക്കെ ഉണ്ട്. ഭയങ്കര പിന്നെ നമുക്ക് എവിടെയാണ്, എന്താണ്, ഏതൊക്കെ ഐറ്റംസാണ് എവിടെയൊക്കെ ഉള്ളതെന്ന്, ഏത് ഫ്ലോറിലാണെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ വന്നതാണ്, ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല കേട്ടോ. പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ഓരോ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാനും നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇസ്മായിലത്തെ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൂറ കപ്പൽ പോയ മാതിരി ഓരോ ഫ്ലോറിൽ കൂടി ഇങ്ങനെ നടക്കുകയാണേ. അപ്പോൾ ഞാൻ മേലേക്കുള്ള മേലേക്കുള്ള എസ്കലേറ്ററിൽ മേലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, ഓരോരോ സാധനങ്ങൾ ബോട്ടിലൊക്കെ നിറച്ച് വെച്ച് നമുക്കതൊന്നും എന്താണ് സാധനം ഒന്നും മനസ്സിലാവണേ ഇല്ല കേട്ടോ. എന്നാലും ഇങ്ങനെ നോക്കി വീഡിയോ കൊടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ അധികമുള്ള ബോർഡുകളും കന്നഡയിലാണ്. പിന്നെ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിലോ ഒക്കെ സംസാരിക്കണമെങ്കിലും നമ്മളെ ഭാഷയൊന്നും അവിടെ പറ്റൂല കേട്ടോ. ഒന്നുകിൽ കന്നഡ, തെലുങ്കു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. क्या जी वो അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ടോ. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ നമ്മളെ ഫോട്ടോ അയാൾ വരച്ച് തരും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തു കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇതെന്തോ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ടേബിളുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ബേക്കറി ഐറ്റംസും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണാനുണ്ടേ. നമുക്കിങ്ങനെ പോയി നോക്കാം. എന്തായാലും ഫുഡ് ഐറ്റംസാണ് ഈ ഒരു ഏരിയയിലുള്ളത് നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണേ കറങ്ങി. ഇപ്പോൾ നമ്മളെ കൂടെ വന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എൻ്റെ നാത്തൂമാരൊക്കെ അവിടെ നിൽക്കണ്ടേ. പിന്നെ അമ്മായിയമ്മയും നാത്തൂമാരൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അവരവിടെ നിൽക്കുന്നുണ്ട്. അവരങ്ങനെ ക്യാമറൻ്റെ മുന്നിലേക്കൊന്നും വരൂല കേട്ടോ. കുട്ടികളെയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ അത് കുട്ടികളെ ഗെയിമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗെയിമുകളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് കൂടുതൽ ഓരോട് ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒന്നും ചോദിക്കരുത്, ഒരു സാധനം ചോദിക്കരുത്, അവിടെ ഭയങ്കര വിലയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഈ ഗെയിം മാത്രമാണ് കേട്ടോ. ഈ ഗെയിമിനൊന്നും അവിടെ ക്യാഷ് വേണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെന്തായാലും അതിൽ കയറിയിരുന്ന് പിന്നെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അവർക്കിങ്ങനെ ആകെ കൺഫ്യൂഷനാണ്. ഏതിലാണ് ഇരിക്കേണ്ടത്, ഏതിലാണ് കളിക്കേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയണില്ല കേട്ടോ. അപ്പോൾ അയ്മനൊക്കെ കണ്ടില്ല, അങ്ങനെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. നാത്തൂൻ്റെ കുട്ടിയും ഒക്കെ കണ്ടിട്ടോ. പിന്നെ അതേപോലെ വേറെ കുറേ മാതാപിതാക്കളുണ്ട് കേട്ടോ. കുട്ടികളെങ്ങനെ കളിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട്, ചെറിയ കുട്ടികളും കുറച്ച് വലിയ കുട്ടികളൊക്കെ, കുറച്ച് വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിം ഉണ്ട് കേട്ടോ. ഇവർ രണ്ടാളും അമ്മനും അയ്മനും കണ്ടില്ലേ, അവർക്കിപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്. ഇനി അവിടുന്ന് നീച്ച് വരാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവരവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കുറച്ച് നേരം വിട്ടു കേട്ടോ കളിക്കാൻ.
പിന്നെ നമുക്കിതിലേക്ക് അങ്ങനെ നടന്ന് കാണും ചെയ്യാം, അവരവിടെ കളിക്കുകയും ചെയ്തോളും. നമുക്കിവിടെ ഇരിക്കണമെങ്കിലൊക്കെ ഇരിക്കാനും പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ ഉള്ള പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ അക്വേറിയം പോലെയാണ് കേട്ടോ. നല്ല ബ്ലൂ കളറിലാണ്, ബ്ലൂ കളറിൽ ഒരു ചെയറിൻ്റെ ഒക്കെ രൂപത്തിലാണ് ഈ അക്വേറിയം ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞു മീനുകളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ബസ്സിൻ്റെ പോലെ ഒരു വാൻ, ചെറിയൊരു വാൻ. എനിക്ക് തോന്നുന്നു സാധനങ്ങളൊക്കെ എല്ലാ ഫ്ലോറിൽ കൂടിയും പോയി ഷോപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലിട്ട് കൊണ്ടുവരാനുള്ളൊരു സംവിധാനമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് പിന്നെ അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല. അതിന് പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏതോ ഈ ബോട്ടിൽ കുറേ സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചത്. ഇതൊക്കെ എന്ത് സാധനങ്ങളാണെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ ഏക്കാരല്ലേ. ഇതൊക്കെ പിന്നെ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങൾ, ഈ പൗഡർ, ക്രീം, അങ്ങനത്തെ ഐറ്റംസാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക്. പക്ഷെ അവിടെ ചെന്ന് വാങ്ങിക്കാൻ വിലയാവും കൂടുതൽ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒന്നിനും മുതിർന്നിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഒക്കെ കണ്ടിങ്ങനെ ചുറ്റിക്കറങ്ങി, ആദ്യം തന്നെ വീട്ടിൽ നിന്ന് അതാണ് പ്ലാൻ ചെയ്ത് പോകുന്നത് കേട്ടോ. അതിലിങ്ങനെ ചുറ്റിക്കറങ്ങി പോരാം. പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. പിന്നെ ആ ഡ്രസ്സിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല, പക്ഷേ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയേക്കാരം കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ എന്തെങ്കിലും സാധനം കഴിക്കുകയാണെങ്കിൽ തന്നെ പുറത്ത് പോയിട്ട് പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുക. ഇവിടുന്ന് കഴിച്ചാൽ വില കൂടുതലാവും വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. കുട്ടികൾക്ക് ഒരു ഐസ്ക്രീമിൽ ഒതുക്കിയാണ്ട് കേട്ടോ. അപ്പോൾ മേലെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ ഇതേപോലെയാണ് കേട്ടോ കാണുന്നത്. 4 ചുറ്റിനും ഫ്ലോറാണേ. അപ്പോൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഓരോ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മൾ കൊക്കിലൊതുങ്ങണല്ലേ നമ്മൾ കൊത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ, ഷോപ്പിംഗ് മാളിനെ പറ്റിയുള്ള വീഡിയോ ആണിന്ന്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.